സാംസ്കാരിക മന്ത്രി പാടുന്നത് നിങ്ങൾ കേട്ടു. നമുക്ക് പാടുന്ന മന്ത്രിയെ, സാംസ്കാരിക മന്ത്രിയെ കിട്ടുന്നത് ആദ്യമായിട്ടുണ്ട്. അദ്ദേഹം ഏത് പ്രസംഗത്തിലും ഒരു പാട്ടെങ്കിലും പാടും. അത് കൃത്യമോ ആയിരിക്കും. അത് പാട്ടുകാരുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹത്തിൻ്റെ ആ സാംസ്കാരിക മന്ത്രി പദം. ഇനി ജാനകി എംഎൽഎക്ക് 1938 ജനനം, 2026 മരണം, 88 വയസ്സ്. വളരെ ബാല്യത്തിൽ തന്നെ ജാനകി സംഗീതത്തോട് വളരെ പ്രത്യേകത കാണിച്ചിരുന്നു. അവരുടെ അച്ഛൻ രാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അവരുടെ സംഗീത സപര്യയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു ചന്ദ്രശേഖർ. അത് അമ്മാവനായിരുന്നു. അപ്പം അമ്മാവനാണ് ജാനകിയിലെ ആ അഭിരുചി, സംഗീതാഭിരുചി കണ്ടുപിടിച്ചത് അമ്മാവനാണ്. 10 വയസ്സായപ്പോൾ ഒരു നാഗസ്വര വിദ്വാൻ്റെ അടുത്തേക്ക് പോയി ശിഷ്യത്വം സ്വീകരിച്ചു. അന്ന് 10 വയസ്സ്. അപ്പോൾ ജാനകിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഗുരു പറഞ്ഞത്, നാഗസ്വര വിദ്വാൻ പറഞ്ഞത്, ഈ കുട്ടിക്ക് ആദ്യത്തെ പ്രിലിമിനറി ആയിട്ടുള്ള പാഠമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സാധാരണ ആരോഹണം അവരോഹണം, മായാമളകളുടെ, പിന്നെ ബാക്കിയുള്ള കുറേ പാഠങ്ങളുണ്ട്, പ്രിലിമിനറി ലെസൺസ് എന്ന് പറഞ്ഞ്. ഇതൊന്നും ഈ കുട്ടിയെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ട് പഠിപ്പിച്ച് നഗുമോമു ഗന്നലെ, ആഭേരി രാഗത്തിലുള്ള നഗുമോമുമാണ്. പക്ഷേ ആ പഠനം 1 വർഷമേ നീണ്ടു എന്നുള്ളൂ. നാഗസ്വര വിദ്വാൻ മരിച്ചുപോയി. പക്ഷെ അതുകൊണ്ട് ജാനകി അമ്മയ്ക്കൊരു വലിയ ഗുണമുണ്ടായി. അവർ പാടിത്തുടങ്ങിയ അവസരത്തിൽ ആണ് കൊഞ്ചും ചിലങ്കി എന്നൊരു സിനിമ വരുന്നത്. അതിൽ ശൃംഗാരവേലനെ എന്നൊരു ഗാനം, അതെല്ലാവരും കേട്ട് കാണും. അത് സാധാരണ ആൾക്കാർക്ക് പാടാൻ പറ്റില്ല, കാരണം അത്ര ഹൈ പിച്ചാണത്.